ഓർമ്മകളാണ് ഓരോ വീടിന്റെയും ജീവം. കാലം അതിനു നിമിഷം ജീവമുള്ളതാക്കുന്നു. അകന്നിരിക്കുമ്പോൾ ഓടിയെത്താൻ തോന്നുന്ന, അടുത്തെത്തുമ്പോൾ ചേർത്ത് പിടിക്കുന്ന മാസ്മരിക വീടുകളുണ്ട്. വീട് ഒരിക്കലും ഓർമ്മയുടെ മഴയിൽ ഒറ്റയ്ക്ക് നനയില്ല. അതിലേക്കുള്ള നടവഴികൾ, പച്ചപ്പായലുകൾ, അതിരുവരുന്ന മരക്കൂട്ടങ്ങൾ, തൊടിയിലെ പൂക്കൾ, ഇന്നലകളുടെ താരും തളിരും വള്ളിപ്പാലുകം പോലെ പിണഞ്ഞു കയറുന്നു. കെ. കരുണാകരൻ താമസിച്ചിരുന്ന ഹൗസിംഗ് കോളനിയാണ് പനമ്പള്ളി നഗറിൽ. കൊച്ചിയുടെ ശ്വാസം മുട്ടൽ പനമ്പള്ളി നഗറിനില്ല. മരങ്ങളും തണൽവരകളും പനമ്പള്ളി നഗറിനെ പച്ചപരിഷ്കാരിയാക്കുന്നു. മനോരമ ഓഫീസ് കഴിഞ്ഞ് മുന്നോട്ട് പാസ്പോർട്ട് ഓഫീസിലേക്കുള്ള വഴിയിൽ യാത്ര ചെയ്താൽ കെ.സി. ജോസഫ് റോഡിലാണ് മമ്മൂട്ടി ഹൗസ് എന്ന വിഖ്യാതമായ അഡ്രസ്സ്. 12 വർഷത്തോളം മമ്മൂട്ടി കുടുംബസമേതം താമസിച്ച വീട് അതിഥികൾക്ക് മുന്നിൽ വാതിൽ തുറന്നു കഴിഞ്ഞു. ഈ വീട്ടിൽ ഇനി നിങ്ങൾക്ക് അതിഥിയായി താമസിക്കാം. ചെറിയ ചടങ്ങുകൾക്ക് വേദിയാകാം. ഓരോ ചുമലിലും ഓരോ മുറിയിലും ഓരോ ചൂടിലും ഇഷ്ടനായകൻ നിങ്ങളെ ഓർത്തുകൊണ്ട് പിന്തുടരും. ടൂറിസം ഹോസ്പിറ്റാലിറ്റി രംഗത്ത് മികവ് തെളിയിച്ച വികേഷൻ എക്സ്പീരിയൻസ് ആണ് മമ്മൂട്ടിയുടെ വീടിന്റെ ചുമതലക്കാർ. മമ്മൂട്ടി സംവിധായകരുടെ പുതുകഥകൾക്ക് കാതോർക്കുന്ന സ്വീകരണ മുറിയിലെ സെറ്റിലിരുന്ന് നിങ്ങൾക്കും ഇരുന്ന് സ്വപ്നം കാണാം. മമ്മൂട്ടി ഇടയ്ക്ക് ചെയ്യുന്നത് പോലെ സ്വർണ്ണക്കരയിട്ട വെളുത്ത കപ്പിൽ തേൻ നിറമുള്ള കട്ടൻ ചായ കുടിക്കാം. അകത്തെ സ്വീകരണ മുറികളിലെ നൂലുകൾ കൈകോർത്ത് ഭീഷ്മയിലെ മമ്മൂട്ടിയുടെ മൈക്കിളപ്പൻ എന്ന കഥാപാത്രത്തിനുള്ള ജീവനുള്ള വോൾ ഫ്രെയിം സൂക്ഷിച്ചു നോക്കിയാൽ ആ നോട്ടം നിങ്ങളിലേക്ക് വ്യക്തം. ഇവിടെ വന്ന ആർക്കും ഒന്നും ഇഷ്ടപ്പെടാതെ പോകരുത്. വീടിന്റെ താക്കോൽ കൈമാറുമ്പോൾ മമ്മൂട്ടിയുടെ ഭാര്യ സുബ്രത് വികേഷ് സ്ഥാപനത്തിന്റെ ചെയർമാനും സിഇഒയുമായ മജു ജോർജിനെ ഓർമ്മിപ്പിച്ചത് അതുമാത്രമാണ്. വീടൊരുക്കുമ്പോൾ മുന്നിൽ നിന്ന് അതിഥികൾ ഇഷ്ടം മാത്രം. അത്രമാത്രം കരുതലോടാണ് സുൽഫിത് വീടൊരുക്കിയത്. ഇന്റീരിയർ ആർട്ട് ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലെ ഫർണിച്ചർ സെലക്ഷൻ നിറവെല്ലാം സുൽഫിത്തിന്റെ ചോയ്സ് ആയിരുന്നു. വോൾ പെയിന്റിങ്ങും കോക്കറിങ്സ് എല്ലാം സുൽഫത്ത് വ്യക്തിപരമായി തിരഞ്ഞെടുത്ത ബുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ സെലക്ഷൻ കാണാൻ ദുൽഖർ സുറുമിയെത്തി. പിന്നെ അവരുടെ ഐഡിയകൾ കൂടി സ്വീകരിച്ചാണ് ഒടുവിൽ മാറ്റങ്ങൾ വരുത്തിയത്. ഏപ്രിൽ 2-ാം വാരമാണ് മമ്മൂട്ടി ഹൗസ് അതിഥിക്കായി നൽകി തുടങ്ങിയത്. ആദ്യം താമസിച്ചവരുടെ അഭിപ്രായം കേട്ട് പരിഷ്കാരം വരുത്തിയാണ് ഇപ്പോൾ നൽകുന്നത്. മലയാളികൾക്ക് അത്രയും സ്നേഹമുള്ള നടൻ, അത്രയും വലിയ ഫാമിലി മാൻ. അപ്പോൾ ആ വീടിനെക്കുറിച്ച് സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. വികേഷ് എക്സ്പീരിയൻസ് സ്ഥാപകനും ചെയർമാനുമായ വി.കെ. അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെ: വീടിന്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. പണ്ട് മമ്മൂട്ടിയുടെ ഉമ്മ വരുമ്പോൾ താമസിച്ചിരുന്ന മുറി. ഡൈനിങ് ഹാളും കിച്ചണും ഈ നിലയിലാണ്. എല്ലായിടത്തുമുണ്ട് മമ്മൂട്ടിയുടെ ബ്രാൻഡിങ്. തലയണ കവറിൽ, ടവലുകളിൽ, ബെഡ്ഷീറ്റിൽ എല്ലാം എന്ന ചിഹ്നം. ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇമ്മ എന്ന വായിക്കുന്ന രൂപകൽപ്പന. അതിഥികൾക്ക് രാവിലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നൽകുന്നത്. എപ്പോഴും ആവശ്യപ്പെട്ടാലും ജ്യൂസും കോഫിയും ചായയും റെഡി. താഴത്തെ ഫ്ലോർ മാത്രമാണ് ചെറിയ ചടങ്ങുകൾക്ക് നൽകാൻ ആലോചനയുള്ളത്. മമ്മൂട്ടിയുടെ വീട്ടിലായിരുന്നു എൻഗേജ്മെന്റ് എന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള ക്ഷണം. മമ്മൂട്ടിയെക്കുറിച്ച് വിവിധ കാര്യങ്ങൾ എഴുതിയ പല പുസ്തകങ്ങളും ശില്പി ചമയങ്ങളില്ലാതെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ? പടികൾ കയറുമ്പോൾ സ്ക്രീനിലെ കഥാപാത്രങ്ങൾ ജീവനുള്ളതുപോലെ മുന്നിൽ. അത് വാൾത്തുമ്പിനേക്കാൾ മൂർച്ചയുള്ള ചന്തുവിന്റെ മുനയിൽ നോട്ടമുണ്ട്. ഭാസ്കർ പട്ടേലിന്റെ ഗർവമുണ്ട്. വാറുണ്ണിയുടെ കാറിന്റെ നിഷ്കളങ്കതയുണ്ട്. മതിലുകളിൽ വടക്കൻ വീരകഥയിലൊരു അഭിനയത്തിന് മമ്മൂട്ടി ആദ്യ ദേശീയ അവാർഡ് വാങ്ങാൻ ഡൽഹിയിൽ പോകുമ്പോൾ ഒപ്പം സുൽഫത്തും ഉണ്ടായിരുന്നു. വർഷം 1990കളുടെ തുടക്കം. ആ ചിത്രം അന്നത്തെ രാഷ്ട്രപതി കെ.ആർ. നാരായണനൊപ്പം നിൽക്കുന്ന ഫോട്ടോയും അതിൽ എക്സിക്യൂട്ടീവ് ആണ്. മമ്മൂട്ടിയുടെ കത്തുന്ന യൗവനം. മുകളിൽ നിലയും മുറിയിലുമുണ്ട് ഓരോന്നിനും പ്രത്യേകത. മമ്മൂട്ടി സീറ്റ്, ദുൽഖറിന്റെ അബോർഡ്, സുറുമി സ്പേസ് എന്നിങ്ങനെയുള്ള പേരുകൾ. ദുൽഖറിന്റെ മുറിയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കാറുകളുടെ ചിത്രമുണ്ട്. മിനിയേച്ചറുടെ കുഞ്ഞു വിസ്മയം തന്നെ ഉണ്ട്. ദുൽഖർ അമാലിന്റെ ജീവിതസഖിയൊക്കെ ഈ വീട്ടിൽ വെച്ചാണ്. മമ്മൂട്ടിയുടെ ബെഡ്റൂമിന് അടുത്ത് തന്നെയാണ് മകൾ സുറുമിയുടെ മുറി. ചിത്രകാരി കൂടിയായ സുറുമിയുടെ സ്കെച്ചിൽ വസന്തം വരാനൊരുങ്ങി നിൽക്കുന്ന കാടകളുണ്ട്. നിറങ്ങളല്ല, നിറഭേദങ്ങളാണ് സുറുമിയുടെ ക്യാൻവാസിൽ വ്യത്യസ്തമാക്കുന്നത്. ഇലകളും പൂക്കളും മരത്തേക്കാൾ ഇലകൊഴിഞ്ഞ മരങ്ങളാണ് ഭംഗിയെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങൾ. മൂന്നാം നിലയാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ സിനിമാ കമ്പനി. ചന്ദന സഹചാരിയായ ഹോം തിയേറ്റർ, അതിനോട് ചേർന്ന 2000-ഓളം ഡിവിഡികൾ, അമൂല്യ ശേഖരം. ഗോഡ്ഫാദറും രാഷ്മോണും മുതൽ ഉസ്താദ് ഹോട്ടൽ വരെ. ഭാവിയിൽ സിനിമകളുടെ പ്രിവ്യൂവും മറ്റും ചെറു ഗ്രൂപ്പുകൾക്ക് നടത്താൻ ഹോം തിയേറ്റർ വിട്ടു നൽകാൻ ആലോചനയുണ്ട്. ഷെൽഫിൽ അവാർഡുകളുടെ തിളക്കങ്ങൾ. 3 ദേശീയ അവാർഡുകൾ, 10 സംസ്ഥാന അവാർഡുകൾ, എണ്ണിയാൽ പെട്ടെന്ന് തീരാത്ത മറ്റു പുരസ്കാരങ്ങളുടെ രഹസ്യപ്രഭ കണ്ണിൽ തട്ടുന്നു. കാഴ്ചയിൽ തീരുന്നില്ല. പുതിയ വേഷങ്ങളിലേക്ക് ആവേശത്തോടെ നടന്നേറുന്ന നായകനെ പോലെ ഓരോ മുറികളും പിന്നിട്ട് മതിവരാത്ത ഹോം ടൂർ. രാവ് പിന്നിട്ട് രാവിലേക്ക് ഇറങ്ങുമ്പോൾ കൊതിപ്പിക്കുന്ന പാക്കേജ്, ഗിഫ്റ്റ് ഹാമ്പർ. ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി. വീട് എന്നെപ്പോലെ എന്തോ പറയുന്നത് പോലെ: ഭൂമിയിലായിരുന്നു ഞാൻ നിലയുറപ്പിച്ചത്, എന്നാൽ അഭിമാനം കൊണ്ട് എൻ്റെ മനസ്സ് ആകാശത്തോളം വലുതായി. എനിക്ക് നേരെ വിരൽ ചൂണ്ടി കണ്ണെറിഞ്ഞു എല്ലാവരും പറയുന്നു, ഇതാണ് മമ്മൂട്ടിയുടെ വീട്. അതിൽ പരം എനിക്കെന്ത് വേണം?